ഹായ്, എല്ലാവരെയും സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ നല്ലൊരു വിഭവമാണ് തിരുവാതിരപ്പുഴുക്ക്. ധനുമാസത്തിലെ തിരുവാതിര ആകാറായി. അപ്പം അതിനു മുമ്പ് നമുക്കൊരു തിരുവാതിരപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മഹാദേവൻ്റെ പിറന്നാളാണെന്നും ശിവപാർവതി വിവാഹം കഴിഞ്ഞ ദിവസമാണെന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ധാരാളം പേര് തിരുവാതിര നോയമ്പ് 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു നോയമ്പാണ്. ആ വ്രതമൊക്കെ ധാരാളം പേര് എടുക്കാറുണ്ട്. അപ്പം നമ്മൾക്ക് അതിന് മുന്നായിട്ട് ആ പുഴുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം. തിരുവാതിരപ്പുഴുക്കിനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് മധുരക്കിഴങ്ങ്, കൂർക്കയുണ്ട്, കാച്ചിൽ, ചേന, പച്ചേത്തയ്ക്ക, ചേമ്പ്, ഒരു കപ്പയും എടുത്തു വച്ചിട്ടുണ്ട്. അതായത് സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമുക്ക് ഈ തിരുവാതിരപ്പുഴുക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നനകിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 7 കൂട്ട കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത്. ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാത്തിലും കുറച്ച് വീതം മാത്രമേ നമ്മൾ ഈ പുഴുക്കിലേക്ക് ഇടുകയുള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയാക്കി കഴുകി നമുക്ക് പുഴുക്ക് തയ്യാറാക്കാനായി എടുത്തുകൊണ്ട് വരാം. തിരുവാതിരപ്പുഴുക്ക് പുഴുങ്ങാൻ ഞാനിവിടെ ഒരു ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട്. ഈ വൻപയർ നന്നായി കഴുകി 1 മണിക്കൂർ കുതിർക്കാൻ വെക്കുകയാണ്. ഇനി ഇതുപോലെ 1 ഗ്ലാസ് മുതിരപ്പരിപ്പും കൂടെ എടുക്കും. മുതിരപ്പരിപ്പും വൻപയറും കൂടെയാണ് ഈ പുഴുക്കിനകത്തേക്ക് ഞാൻ കിഴങ്ങ് വർഗ്ഗത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി കുതിർക്കാൻ വെക്കുകയാണ്. ഗ്ലാസ് മുതിരപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറു തീയിൽ ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെക്കും. 1 മണിക്കൂറിന് ശേഷം ഈ മുതിരപ്പരിപ്പും ഈ വൻപയറും കൂടെ ഒറ്റ വിസിൽ വരുന്നിടം വരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. ചിലർ മുതിരപ്പരിപ്പ് ചേർക്കാറില്ല, വൻപയർ മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ മുതിരപ്പരിപ്പും വൻപയറും കൂടാണ് ചേർക്കുന്നത്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊക്കെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ തിരുവാതിര പുഴുക്കും കഞ്ഞിയൊക്കെ കാണും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും ഒക്കെ ധനുമാസത്തിലല്ല, പ്രത്യേകിച്ച് തിരുവാതിര നാളുകളിൽ ഈ പുഴുക്കും കഞ്ഞിയൊക്കെ കൊടുക്കാറ് പതിവാണ്. ശിവൻ്റെ ശരിക്കും ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് നന്നായി ആറിയ ശേഷം ഇത് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കും. തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കാനുള്ള മുതിരയും വൻപയറും വേവിക്കാൻ പോവുകയാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് വേവിച്ച് 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കും. ഇനി വൻപയറൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. വൻപയറും മുതിരയും കൂടെയാണ്. ഇതിന് ഒന്ന് വേവിച്ചെടുക്കാം 1 വിസിൽ വരുന്നിടം വരെ. തിരുവാതിരപ്പുഴുക്കിനുള്ള നടളി സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മധുരക്കിഴങ്ങാണ്, ചേനയുണ്ട്, ഏത്തയ്ക്ക, കാച്ചിൽ, വയലറ്റ് കളറിലുള്ള കാച്ചിലാണ്, ചേമ്പ്, കപ്പ, വലിയൊരു കപ്പയായിരുന്നു, അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ, കൂർക്ക. ഇനിയും കപ്പ ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്.
കപ്പയ്ക്ക് ചിലപ്പം കട്ടൊക്കെ കാണും, അതുകൊണ്ട് കപ്പ മാത്രം സെപ്പറേറ്റായിട്ട് വേവിക്കുകയാണ്. കപ്പ വേവിക്കാനുള്ള വെള്ളം വച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ അതിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. കപ്പ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിലായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓഫാക്കി വെക്കാം. കപ്പ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കഷ്ണങ്ങളും കൂടെ ഈ കുക്കറിലോട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ പോവുകയാണ്. ആദ്യം കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏത്തയ്ക്ക, പൂർണ്ണമായിട്ട് ഏത്തയ്ക്കയുടെ തൊലി കളഞ്ഞിട്ടില്ല, കുറച്ച് തൊലിയോട് കൂടിയാണ് ചെത്തിയെടുത്തിരിക്കുന്നത്. ഈ കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ്, ചേന. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കഷ്ണത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിന് നന്നായി 2 വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിക്കാൻ പോവുകയാണ്. കപ്പ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. കപ്പ മാത്രമേ നമ്മൾ സെപ്പറേറ്റായിട്ട് വേവിക്കുന്നുള്ളൂ. വൻപയറും മുതിരയും കൂടെ വെന്തിരിക്കുകയാണ്. ഇനി എൻ്റെ പ്രഷർ ഒന്ന് താഴണം. പിന്നെ ചില സ്ഥലങ്ങളിൽ തിരുവാതിര പുഴുക്കൊന്ന് ഇച്ചിരി ലൂസായിട്ടാണ്, ഒരു എരിശ്ശേരി പോലെ ഇച്ചിരി ലൂസായിട്ട് കാണപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്ക് അത്ര ലൂസായിട്ടല്ല, നമ്മുടെ പുഴുക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇച്ചിരി ഉറച്ച് നല്ല കട്ടിയോട് കൂടി തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കപ്പ വെന്തിട്ടുണ്ട്. നമ്മളിനി ഈ കപ്പയൊന്ന് ഊറ്റിയെടുക്കാൻ പോവുകയാണ്. കപ്പയ്ക്ക് നല്ല വേവുള്ള കപ്പയായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ഉടച്ച് വെക്കുവാണേ. അങ്ങനെ ഒരു വിസിലായിട്ടുണ്ട്. ഇനി ഒരു വിസിലൂടെ വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണേ. മുതിരയും വൻപയറും കൂടെ വേവിച്ച കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിരുവാതിരപ്പുഴുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു വലിയ തേങ്ങയാണ് തിരുമ്മി എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ്. ഞാനിവിടെ ചുവന്നുള്ളി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. സാധാരണയായി വ്രതത്തിന് വേണ്ടി തയ്യാറാക്കുന്ന തിരുവാതിരപ്പുഴുക്കിൽ ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ ചേർക്കാറില്ല. ഇത് വ്രതത്തിന് വേണ്ടിയല്ല, അല്ലാതെ ഞാൻ തയ്യാറാക്കുന്ന ഒരു തിരുവാതിരപ്പുഴുക്കായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഈ ചുവന്നുള്ളിയും കൂടെ ഈ തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് ചതച്ചെടുക്കുകയാണ്. അരപ്പിലേക്ക്
1/4 ടീസ്പൂൺ മുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് കുറച്ച് കരിയാപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇത് വലിയൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബിരിയാണി പോട്ടിലേക്ക് ഈ ചേരുവകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പുഴുക്കിൻ്റെ എല്ലാ വിഭവങ്ങളും ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ഇതിലേക്ക് വൻപയറും മുന്തിരിയും അരപ്പോടെ ചേർക്കാൻ പോവുകയാണ്. മുതിരയും വൻപയറും കൂടെ ചേർക്കുകയാണ്. ചതച്ച് വച്ചിരിക്കുന്ന ഈ അരപ്പോട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇപ്പോൾ തന്നെ നന്നായിട്ട് കുറുകിയായിരിക്കുന്നത്. ഇത് തേങ്ങയോട് ചേർത്തുകൊണ്ട് ഒന്നുകൂടെ കട്ടിയായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില നാട്ടിൽ ഇത് എരിശ്ശേരി പോലെ ലൂസായിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മൾ നല്ല പുഴുക്കായിട്ട് തന്നെ നല്ല ഉറച്ചാണ് എടുക്കുന്നത്. ഇതൊന്ന് അരപ്പെല്ലാം ഒന്ന് വേവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാൻ പോവുകയാണേ. 5 മിനിറ്റ് അരപ്പൊക്കെ ഒന്ന് കൊണ്ട് വരട്ടെ. കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കാൻ പോവുകയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിരുവാതിരപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തിരുവാതിരപ്പുഴുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം. തിരുവാതിരപ്പുഴുക്ക് നന്നായിട്ട് ഉറച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് പുഴുക്ക് നന്നായിട്ട് ഉറച്ച് വരും.